ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമകഥയുടെ 2ാം ഭാഗമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ മകന് ഒരു വിഗ്രഹം നഷ്ടപ്പെട്ടാൽ എന്തിരിക്കുന്നു, അതിലും മനോഹരമായ മറ്റൊരു വിഗ്രഹം, രാമവിഗ്രഹം ഞാൻ നിനക്ക് സമ്മാനിക്കാം. ഈ അഗാധമായ ഈ കുളത്തിൽ നിന്ന് വിഗ്രഹം വീണ്ടെടുക്കുന്ന കാര്യം അസാധ്യമെന്നുറപ്പിച്ചു പറഞ്ഞു കബീർദാസ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പൂജിച്ചു വന്ന ശ്രീരാമ വിഗ്രഹം തിരിച്ചു കിട്ടാതെ വന്നാൽ അത് ലഭിക്കുന്നത് വരെ ഈ കുളക്കരയിൽ ഉപവാസം അനുഷ്ഠിക്കുവാനും വേണ്ടി വന്നാൽ മരണം വരിക്കുവാനും ഞാൻ തയ്യാറാണ്. ശരി, നിന്റെ നിശ്ചയദാർഢ്യം എന്നെ സന്തുഷ്ടനാക്കി, നീ എന്നോടൊപ്പം ഒരുമിച്ച് വന്നാലും എന്ന് പറഞ്ഞ് ബാലനെ കബീർദാസ് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് തീർത്ഥജലം കൊണ്ട് ശരീരശുദ്ധി വരുത്തി അദ്ദേഹം ബാലനെ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ. വളരെ വലിയൊരു മന്ത്രോപദേശമാണ്, താരകാ മന്ത്രോപദേശമാണിത്. ഇത് വളരെ വിധിപൂർവം നടത്തി ജപിക്കുവാൻ ആവശ്യപ്പെട്ടു. കണ്ണടച്ചിരുന്ന ഗോപണ്ണ കുറേ നേരം ഇത് ജപിച്ചു. കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണാതായ ആ വിഗ്രഹം തൻ്റെ മുൻപിലിരിക്കുന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാൻ പ്രയാസമായി തോന്നിയ ഗോപണ്ണയോട് കബീർദാസ് പറഞ്ഞു, വത്സ ഗോപണ്ണ, നിനക്ക് രാമമന്ത്രത്തെ വിധിയാകും വണ്ണം ഉപദേശിക്കുവാനായി ഞാൻ തന്നെയാണ് നിന്റെ വിഗ്രഹത്തെ എടുത്തു മാറ്റിയതെന്ന്. നിന്റെ പിഞ്ചു മനസ്സിലെ ആ രാമഭക്തി കണ്ട് സന്തോഷിച്ചതിനാലാണ് ഞാനിത് നിനക്ക് തിരിച്ചു തന്നത്. അപ്പൊ നിനക്ക് ശ്രീരാമചന്ദ്രന്റെ ആ സർവമംഗളങ്ങളും നൽകട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും മറന്നു. രാമഭക്തനായ കബീർദാസിൽ നിന്നും മന്ത്രോപദേശം നേടിയ ഗോപണ്ണ വീട്ടിൽ തിരിച്ചെത്തി. പൂർവാധികം ഭക്തി ശ്രദ്ധയോടെ രാമപൂജയും ജപധ്യാനങ്ങളും നടത്തി കാലം കഴിച്ചു വന്നു. വിദ്യാസമ്പന്നനാണെങ്കിലും രാമകാര്യങ്ങളല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ല. അതിനാൽ ഗ്രഹത്തിൽ ദാരിദ്ര്യം വർദ്ധിച്ചു വരികയാണ്. നിത്യപൂജകൾക്ക് പോലും ഗത്യന്തരമില്ലാതെയായി. അപ്പോഴാണ് ഹൈദരാബാദിൽ നൈസാമായിരുന്ന താനേഷിയുടെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്ന തൻ്റെ അമ്മാവന്മാരുടെ അടുക്കലേക്ക് പോയി. അവിടെ ചെന്ന് ധനമൊക്കെ സഹായമായിട്ട് അഭ്യർത്ഥിച്ചു. അവർ താനേഷിയോട് ശുപാർശ ചെയ്തു. ചെറുപ്പക്കാരനായ തൻ്റെ ഒരു മരുമകനാണല്ലോ, അദ്ദേഹത്തിന് ഈ ഭദ്രാചലത്തിലെ നികുതിയെല്ലാം കണക്ക് കൂട്ടി രാജാവിൻ്റെ ഖജനാവിൽ അടയ്ക്കേണ്ട ചുമതല കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗോപണ്ണയ്ക്ക് ആ ജോലി കിട്ടുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഗോപണ്ണ എത്തിച്ചേർന്നു. അതായത് ഭദ്രാചലത്തിലെത്തിയ ഗോപണ്ണ ആദ്യമായിട്ട് തന്നെ ഗിരിപ്രദക്ഷിണമൊക്കെ നടത്തി ഭദ്രാചലത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ രാമസീത ലക്ഷ്മണ ശ്രീ ഹനുമൽ ക്ഷേത്രങ്ങളിൽ ദർശനമൊക്കെ നടത്തി. അന്നത്തെ ആ ക്ഷേത്രങ്ങളുടെ ജീർണാവസ്ഥയൊക്കെ അദ്ദേഹത്തെ അങ്ങ് വല്ലാതെ ദുഃഖിപ്പിച്ചു. ശ്രീരാമസന്നിധിയിൽ ചെന്ന് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഭഗവാനെ, അവിടുന്ന് കനിയുന്ന പക്ഷം അടിയൻ ഈ ക്ഷേത്രത്തെ ഉന്നതങ്ങളായ ഗോപുരങ്ങളിലും അതിന് ചേർന്ന വണ്ണമുള്ള പ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുവാൻ ഞാൻ യത്നിക്കാമെന്ന്. നമുക്കറിയാം, ഗോപണ്ണയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ നിന്ന് പോയാണ് ഗോപണ്ണ. പക്ഷെ ഗോപണ്ണയ്ക്ക് അതൊന്നുമല്ല ചിന്ത, ക്ഷേത്ര ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഗോപണ്ണ ഗിരിയിൽ നിന്നും താഴോട്ട് ഇറങ്ങി. ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണങ്ങൾക്കിടയിലും ക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. ക്രമേണ നികുതി പിരിവെല്ലാം ഖജനാവിലേക്ക് ചേരേണ്ട ധനം വന്നു തുടങ്ങി. ക്ഷേത്ര നിർമ്മാണത്തിന് ഏതാണ്ട് 6 ലക്ഷം സ്വർണ്ണ നാണ്യങ്ങൾ വേണ്ടിവരുമെന്ന് തീർച്ചയായി. ക്ഷേത്രോദ്ധാരണത്തിൻ്റെ ചുമതലയും രാജ്യഭരണത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ഗോപണ്ണ മനസ്സിലുറപ്പിച്ചു. അതിനാൽ രാജാവിന് ശ്രേയസ് ഉണ്ടാവുമെന്ന് കരുതി ഖജനാവിൽ അടയ്ക്കേണ്ട പണമൊന്നും അടച്ചില്ല. അധികം താമസിയാതെ ക്ഷേത്രോദ്ധാരണത്തിന് ആവശ്യമെന്ന് കണ്ട 6 ലക്ഷം സ്വർണ്ണ നാണയങ്ങളും ഗോപണ്ണയുടെ കൈവശം വന്നു ചേർന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും സംഖ്യ ലഭിച്ചതെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു.
അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ക്ഷേത്ര പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ക്ഷേത്ര പുനർനിർമ്മാണം നടന്നു. പഞ്ചലോഹം കൊണ്ടുള്ള സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമ വിഗ്രഹം, ഹനുമത് വിഗ്രഹവും അത്യാഡംബരപൂർവ്വം വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തി. ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഭക്തന്മാർക്കെല്ലാം മൃഷ്ടാന്ന ഭോജനവും നൈവേദ്യ പ്രസാദ വിതരണവും നിർലോഭം നടന്നു. അനേകായിരം ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നു ദർശനം നടത്തി സന്തുഷ്ടരായി മടങ്ങി. ഗോപണ്ണയുടെ കീർത്തി നാടാകെ പരന്നു. ക്രമേണ താനേഷ ഇതറിയാനിടയായി. താനേഷ രാജാവാണ്. അപ്പം നൈസാം ചിന്തിച്ചു, ചുരുങ്ങിയ ശമ്പളം പറ്റുന്ന ഒരു തഹസീൽദാർ വിചാരിച്ചാൽ ഇത്രയും വിപുലമായ രീതിയിൽ ചിലവേറിയ ഈ പരിപാടികൾ എങ്ങനെ നടത്താൻ പറ്റും? ഇത് സംഭാവ്യമല്ല. എങ്കിൽ ഇത്രയും ധനം ഗോവണ്ണയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു? താനേഷ എന്ത് ചെയ്തു? മന്ത്രിമുഖ്യനെ വരുത്തി. ഗോവണ്ണ അതുവരെ ഈ ഭദ്രാചലത്തിൽ നിന്നും അടച്ച നികുതിയുടെ കണക്ക് ആവശ്യപ്പെട്ടു. ഗോവണ്ണ ഒരൊറ്റ കാശ് പോലും ഖജനാവിൽ അടച്ചിട്ടില്ല. മന്ത്രി അറിയിപ്പിച്ചു. ഗോപാന്തനായ താനേഷ ഗോവണ്ണയെ ഉടൻ തന്നെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുവാനും അവിടുത്തെ കഠിന തടവിലാക്കുവാനും കൽപ്പിച്ചു. ശ്രീരാമചന്ദ്രന് ദിവ്യമായ ശ്രീകോവിലും വിശേഷമായ നൈവേദ്യങ്ങളും നൽകിയ ഗോവണ്ണ കാരാഗ്രഹത്തിൽ ഉപ്പില്ലാത്ത ഭക്ഷണവും കഴിച്ച് കൽത്തറയിൽ കിടക്കേണ്ടി വരുന്നു. വിധി തന്നെ ആ ഭക്തനെ 12 വർഷം വരെയാണ് നിരാശനായി കഴിയേണ്ടത്. രാമമന്ത്രജപത്തിൽ അദ്ദേഹം കാലം കഴിച്ചു. 12 കഴിഞ്ഞപ്പോഴേക്കും ഗോപണ്ണ അത്യന്ത അവശനായി. ശരീരക്ലേശങ്ങളൊക്കെ കാരണം ജീവിതം തന്നെ അപകടമാകുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യാൻ തീരുമാനമായി. ഒരു കയർ കയ്യിലെടുത്തു. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുകയാണ്. താനേഷയുടെ ഈ ഉത്തരവുപ്രകാരം രാജഭടന്മാർ പെട്ടെന്ന് വന്ന് കൽത്തുറക്കിൻ്റെ വാതിൽ തുറന്നു. അത്യന്തം ആദരവോടുകൂടി ഗോപണ്ണയെ വിളിച്ചു. അതുമാത്രമല്ല, താനേഷ നേരിട്ട് വന്ന് ഗോപണ്ണയോട് മാപ്പപേക്ഷിച്ചു. ഗോപണ്ണ തനിക്ക് ബുദ്ധിഭ്രമം നേരിട്ടുവോ എന്ന് പോലും സംശയിച്ചു. തുടർന്ന് താനേഷ പറഞ്ഞു, ഗോപണ്ണ, അത്യന്തം തേജസ്വികളായ 2 രാജകുമാരന്മാർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഖജനാവിൽ അടയ്ക്കേണ്ട ആ സ്വർണ്ണ നാണ്യങ്ങളും 6 ലക്ഷവും കൊണ്ടുവന്ന് തന്നു. അത് ഗോവണ്ണയുടെ സേവകന്മാരാണ്. അവരുടെ തേജസ്സും കണ്ടാൽ ഒരു പ്രത്യേകമായ 2 അവതാരങ്ങളെപ്പോലെ നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു രാജാവ്. എന്നാൽ അവർ സ്വർണ്ണ നാണ്യങ്ങളുടെ പ്രഭയും കൂടി ചേർത്തു. എല്ലാമാണ് അവിടെ എത്തിച്ചു. സ്വർണ്ണ നാണ്യങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ എത്തിച്ചത്. എൻ്റെ കണ്ണുകൾ പോലും മങ്ങിപ്പോകുന്ന മട്ടിലാണ്. ഇവിടെ ഗോവണ്ണയ്ക്ക് പോലും സ്വന്തം ബോധം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. രാജാവിന് ഈ സേവകന്മാരെന്ന് പറഞ്ഞ 2 പുത്രന്മാരെ കണ്ടപ്പോഴുണ്ടായ ആ സന്തോഷവും അവരേൽപ്പിച്ച പണവും സ്വർണ്ണനാണ്യങ്ങളും ഒക്കെ കണ്ടിട്ട് രാജാവ് പോലും കണ്ണു മങ്ങിപ്പോയി. ഉടനെ രാമദാസനായ അങ്ങേ വിട്ടയക്കുവാൻ ആവശ്യപ്പെട്ടവർ അപ്രത്യക്ഷരായി. ശ്രീരാമ രൂപാങ്കിതമായ ആ സ്വർണ്ണ നാണയങ്ങൾ ഗോവണ്ണയ്ക്ക് കാട്ടിക്കൊടുത്തു. ഗോവണ്ണയ്ക്ക് നാണയങ്ങൾ കണ്ടപ്പോൾ തന്നെ രക്ഷിക്കാനായി വന്നത് രാമലക്ഷ്മണന്മാരാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങയുടെ ധനം ചെലവഴിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തി. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ രാമലക്ഷ്മണന്മാരുടെ ദർശനം അങ്ങേക്ക് സാധിച്ചല്ലോ. എനിക്ക് അതിനിട വന്നില്ലല്ലോ എന്ന് വിലപിച്ചു. അദ്ദേഹത്തിന് രാജാവിനാണ് അതിനുള്ള ഭാഗ്യമുണ്ടായത്. എന്നാൽ സ്വർണ്ണ നാണയങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത എനിക്ക് ആ ഭഗവാനെ കാണാൻ സാധിച്ചില്ലല്ലോ. സർവം രാമമയം, ഈ പ്രപഞ്ചമേ രാമമയം എന്ന് പാടിക്കൊണ്ട് ആ രാമദാസൻ ഭദ്രാചല ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ച ജീവിതം രാമകീർത്തന ആലാപനത്തിൽ കഴിച്ചു. ഒടുവിൽ ഭഗവാൻ അയച്ച ദിവ്യമായ വിമാനത്തിൽ വൈകുണ്ഠലോകത്തേക്ക് പോകാൻ ഇടയായി വന്നു. ഭഗവാൻ തന്നെ രാമദാസനായി അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ഭക്തജനങ്ങൾ ഇന്നും ഭക്തിപൂർവ്വം ആലപിക്കുന്നു. ആ രാമദാസൻ പൂർവജന്മത്തിൽ ഒരു കിളിയെ കൂട്ടിലിട്ട് വളർത്തിയതിൻ്റെ ഫലമായാണ് കാരാഗ്രഹത്തിനിടയാക്കിയതെന്നും ശ്രീരാമചന്ദ്രനാൽ നൽകപ്പെട്ട സ്വർണ്ണ നാണയങ്ങളുടെ ശ്രേഷ്ഠത കാരണം ഹൈദരാബാദ് ഇന്നും സമ്പന്നമായിരിക്കുന്നുവെന്നും ഈ ഐതിഹ്യ കഥയിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രീരാമചന്ദ്രൻ്റെ ആ കീർത്തനങ്ങളും ഭജനകളും നാമങ്ങളും ശ്ലോകങ്ങളും എല്ലാം തന്നെ നമുക്ക് എന്നും അനുഗ്രഹമാണ്.
എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമഭക്തന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഈ കഥകൾ കേൾക്കൂ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരിയും.